ഇന്നത്തെ വചനചിന്തയ്ക്കായി നമുക്ക് 2 തിമോഥെയോസ് 2 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരാടുകയാൽ കിരീടം പ്രാപിക്കുകയില്ല. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ആത്മീയ പോരാട്ടത്തെക്കുറിച്ചാണ്. ഈ ആത്മീയ യുദ്ധത്തിൽ നമ്മുടെ അധികാരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധക്കളമാണ്. എന്നാൽ അത് ജഡരക്തങ്ങളോടല്ല, അതായത് മനുഷ്യരോടോ ഈ ലോകത്തോടോ അല്ല നമുക്ക് യുദ്ധമുള്ളത്, മറിച്ച് ആത്മീയമായ ഒരു പോരാട്ടമാണ്. നാം എല്ലാവരും യേശുവിൻ്റെ സൈന്യത്തിലെ പടയാളികളാണ്. ഒരു ഭടൻ യുദ്ധത്തിന് തയ്യാറാവുന്നത് പോലെ നാമും ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ശക്തമായി എഴുന്നേൽക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു നല്ല ഭടൻ തൻ്റെ ജീവനകാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയില്ല എന്നതാണ്. ലോകത്തിലെ തിരക്കുകളും മോഹങ്ങളും നമ്മെ പിടിച്ചടക്കരുത്. നമ്മുടെ ശ്രദ്ധ നമ്മുടെ സൈന്യാധിപനായ യേശുവിൽ മാത്രമായിരിക്കണം. യേശുവിനെ പ്രസാദിപ്പിക്കുക മാത്രമാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. അതുപോലെ ഒരു പടയാളി നിയമങ്ങൾ അനുസരിച്ച് മാത്രം പോരാടണം. നിയമം മറികടന്നാൽ വിജയം നഷ്ടമായി തീരും. നമ്മുടെ നിയമം ദൈവത്തിൻ്റെ വചനമാണ്. അതിനാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് മാത്രം യേശു കാണിച്ചു തന്ന മാതൃക പോലെ നാം പിശാചിനോട് പോരാടണം. നമ്മുടെ ശത്രു മനുഷ്യരല്ല, വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ ലോക അധിപതിമാരും ആകുന്നു. അവരെ നേരിടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ സർവായുധവർഗം ധരിക്കണം. ഒരു നല്ല ഭടൻ കഷ്ടം സഹിക്കാൻ തയ്യാറാകണം. ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുന്നത് തോൽവിയല്ല, മറിച്ച് വിജയം നേടുവാനുള്ള വഴിയാണ്. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അത് കൂടുതൽ ശക്തമാവുന്നു. കാരണം ദൈവം നമ്മെ ഈ മഹത്തായ പോരാട്ടത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അവനിൽ വിശ്വസിച്ച് അവൻ്റെ സർവായുധവർഗം ധരിച്ച് ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ക്രിസ്തുവിനോടുകൂടെ പോരാടുന്നവർക്കാണ് ജയമെന്നും അവർക്കാണ് മഹത്വത്തിൻ്റെ കിരീടമെന്നും ദൈവത്തിൻ്റെ വചനം ഉറപ്പു നൽകുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നമുക്ക് യുദ്ധസേവ ചെയ്യാൻ അതിനെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ അതിയായി ശക്തീകരിക്കട്ടെ. ആമേൻ.